ഇപ്പം മലപ്പുറത്ത് തമ്മിൽ തല്ലി ലീഗ് അണികൾ തമ്മിലടിച്ചു എന്നൊക്കെയുള്ളത് അത് ഒരു കൗതുകമുള്ള വാർത്ത എന്നതിനപ്പുറത്ത് വലിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പല സ്ഥലത്തും ഇപ്പോൾ കോൺഗ്രസും ലീഗും തമ്മിൽ വലിയ തർക്കം എന്നത് നിലനിൽക്കുന്നുണ്ട് പലയിടത്തും. പക്ഷേ അതുകൊണ്ടും പ്രത്യേകിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിൽ അതിൻ്റെ അനുരണനങ്ങളൊന്നും ഉണ്ടാവുക സാധാരണ ഒരു സംഗതിയല്ല. അതേസമയം ആദ്യഘട്ടത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് അതിലേക്ക് കാര്യങ്ങൾ കടക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുമായി UDFൻ്റെ ഒരു സഹകരണം എന്നത് സംബന്ധിച്ച് ഒരു പുനരാലോചനയും ചർച്ചയും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. വെൽഫെയർ പാർട്ടിയെ ആ നിലയ്ക്ക് ഈ UDFനുള്ളിലേക്ക് എടുക്കേണ്ടതില്ല എന്ന മട്ടിലുള്ള ആലോചനകൾ നടന്നിരുന്നു എന്ന്. പക്ഷേ അതുമാത്രമല്ല, ഇപ്പോൾ കൊടുവള്ളിയിൽ അടക്കം അങ്ങനെ വെൽഫെയർ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന, അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളിയാണെന്നാണ് എൻ്റെ ഓർമ്മ, എനിക്കത് ചിലപ്പോൾ തെറ്റിപ്പോവാം. എന്തായാലും വെൽഫെയർ പാർട്ടിയെ അങ്ങനെ പിന്തുണയ്ക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് UDF എത്തുന്നു. അങ്ങനെയൊക്കെ വാർത്തകൾ വന്നു. അപ്പം നമ്മൾ വിചാരിച്ചത് എന്താണ്, ഓക്കെ, സംസ്ഥാന തലത്തിൽ തന്നെ ആ നിലയ്ക്കൊരു തീരുമാനമൊക്കെ എടുത്ത് നീങ്ങുന്നു. അല്ല, പല പഞ്ചായത്തുകളിലും വെൽഫെയർ പാർട്ടിയെ UDF പിന്തുണയ്ക്കുന്നത് മാത്രമല്ല, മുസ്ലിം ലീഗ് തന്നെ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികളുടെ പേര് പ്രഖ്യാപിക്കുന്ന ചടങ്ങുകളൊക്കെ നടക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു രീതി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ എനിക്കതിനകത്ത് ഏറ്റവും, ഞാൻ ഇന്നലെയും അവിടേക്കായിരുന്നു, ഇന്നലെ നമ്മൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ എത്തിയത്, ഈ BDJSന്റെ അവസ്ഥ കാണുമ്പോഴാണ് ഏറ്റവും പരിതാപകരം. കാരണം കാരണമുണ്ട്, അത് സംസ്ഥാനം ഭരിക്കാൻ പോകുന്ന പാർട്ടിയാണെന്നൊക്കെ പ്രഖ്യാപിച്ച് വന്ന പാർട്ടിയാണ്. BJPക്ക് മുകളിലായിരിക്കും, അതിനേക്കാൾ വലിയ പാർട്ടി സ്വാഭാവികമായും BDJS ആയിരിക്കുമെന്ന് അന്ന് അതിൻ്റെ നേതാക്കൾ പ്രഖ്യാപിച്ചത് ഇപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ട്. പക്ഷേ എന്താണ്, അങ്ങേയറ്റം ദുർബലമായി ദയനീയമായി BJPയുടെ നമ്മൾ ആ ഘട്ടത്തിൽ വിലയിരുത്തിയ സോഷ്യൽ എഞ്ചിനീയറിംഗ് വളരെ കൃത്യമായി നടപ്പാക്കിക്കൊണ്ട് ആ പ്രസ്ഥാനം ഏതാണ്ട് പിൻവാങ്ങുന്നു, ഈ ചരിത്രത്തിൻ്റെ കാലയവരികയിലേക്ക് മറയുന്നു എന്ന് വേണം നമുക്ക്. അതാ പറഞ്ഞത്. അതായത് തിരുവനന്തപുരത്ത് 11 സീറ്റ് ചോദിച്ചു, 3 സീറ്റ് ഇപ്പോൾ കൊടുക്കാമെന്ന് അത് മനസ്സോടെ BJP ഏറ്റിട്ടുണ്ട്. അതെങ്ങനെയാണ്, ഇതിൻ്റെ ഏറ്റവും വലിയ നേതാക്കന്മാർ ചർച്ച നടത്തിയിട്ടാണ്. അതായത് രാജീവ് ചന്ദ്രശേഖറും തുഷാർ വെള്ളാപ്പള്ളിയും തമ്മിൽ ചർച്ച നടത്തിയതിന് ശേഷമാണ് ഈ 3 സീറ്റ് എന്നുള്ളതിലേക്ക് മനസ്സോടെ BJP എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ബാക്കി എല്ലാ ഇടങ്ങളിലും ഇത് തന്നെയാണ് സ്ഥിതി. ഇപ്പോൾ കൊച്ചിയിൽ അവർ ഇറങ്ങിപ്പോകുന്ന സ്ഥിതി ഉണ്ടായി BDJS. അപ്പോൾ അങ്ങനെയാണ് പൊതുവെ BDJS ഈ ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ 2016 ശേഷം അവർ ഏറ്റവും സമ്പൂർണ്ണമായി ആ മുന്നണിക്കുള്ളിൽ, NDA എന്ന മുന്നണിക്കുള്ളിൽ ഇങ്ങനെ എടുക്കാച്ചരക്കായി മാറുന്നത് ഈ തെരഞ്ഞെടുപ്പോടെയാണ് എന്ന് നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം BJPക്ക് അല്ലാതെ തന്നെ ഇപ്പോൾ BDJSൻ്റെ പിന്തുണ, അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ ആനുകൂല്യം യഥാർത്ഥത്തിൽ ലഭിച്ചത് 2016 തെരഞ്ഞെടുപ്പിലും പിന്നീട് തൊട്ടു മുമ്പുള്ള പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും. അത് BDJS വന്നുകൊണ്ടല്ല.